ഹലോ, നമ്മൾ വട്ടവട പോയൊരു വീഡിയോ ആണ് ഇത്. നമ്മളൊരു ഫാമിലി ട്രിപ്പ്, ഒരു 1 ഡേ ട്രിപ്പ് പോയതായിരുന്നു. വട്ടവട ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പിലൊരു റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മൂന്നാറെല്ലാം കറങ്ങി അതിന് ശേഷം ഒരു 4-4:30 സമയത്താണ് വട്ടവട ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയത്. എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ തീയിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ കാര്യം എന്ന് എനിക്കറിയില്ല. കുറേ ഇതാണ് വട്ടവടയുടെ ഫോറസ്റ്റ് കാടിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചിങ്ങനെ പുൽമേടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ രാത്രി കാട്ടുപോത്തൊക്കെ ഉണ്ടാവും. നമ്മൾ പോകുമ്പോൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റേ. യുക്കാലിയ ഗ്ലാംസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. അല്ലാതെ നമുക്ക് നമ്പറിൽ വിളിച്ചിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്റ്റേ ആണ്. ഒരുപാട് ഹൈഫൈ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പാണ്. ഒരു ഫ്രെയിം റൂമും പിന്നെ 2 മഡ് ഹൗസ് പോലത്തെ റൂമും പിന്നെ ടെൻറ്റും ആണ് ഇവിടെ ഉള്ളത്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിന്നർ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു തരും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കി തരും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 12-11 ആയിരുന്നു അന്ന് രാത്രിയത്തെ ടെമ്പറേച്ചർ. നല്ല തണുപ്പായിരുന്നു. രാത്രിയൊക്കെ നമുക്ക് പുതപ്പ് മൂടി കിടക്കണം, അതേപോലെ തണുപ്പായിരുന്നു. നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ആണ് ഈ റൂമിന്ന്. പൊതയ്ക്കാതെ കടന്നു വെച്ച് നമ്മൾ മാത്രം പൊതച്ച് നല്ല തണുത്ത് വിറച്ച് കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു. ഇത് രാത്രി ഇപ്പോഴത്തെ ഇതാണ്. കോടയായിട്ടില്ല, കോടയായിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനത്തെ മൂന്നാറത്തെ ഒരു ഇതില്ല. പക്ഷെ നല്ല തണുപ്പാണ്. നമ്മുടെ തമിഴ് സ്റ്റൈലാണല്ലോ, അപ്പോൾ നല്ല ഇങ്ങനെ തമിഴ് അമ്പലത്തിൽ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് രാത്രി നല്ല ഒരു യെല്ലോ ലൈറ്റാണ് ഈ പ്രോപ്പർട്ടി നിറച്ച് ഫുള്ള്. അപ്പോൾ നല്ല രസമായിരുന്നു. അത് രാത്രി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും കാര്യങ്ങളും. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്ക് പിന്നെ ഒരു നൈറ്റ് ട്രക്കിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ജീപ്പിൽ നമ്മൾ തന്നെ കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും. അവിടെ പോയിട്ട് നമുക്ക് ആനിമൽ സൈറ്റിങ് ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽ സൈറ്റിങ് കാണും. ഞങ്ങൾക്ക് മറ്റേ സാമ്പാർ ഡിയറിനെയും മറ്റേ നമ്മുടെ കാട്ടുപോത്തിനെയും കാണാൻ പറ്റി. പിന്നെ ഒരു മുയലിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കാട്ടുപോത്ത്. നമ്മൾ നേരത്തെ കാണിച്ചെന്ന പുൽമേടാണിത്. അവിടെയാണ് രാത്രി നമ്മൾ കണ്ടത്. ഇതാണ് രാവിലെ എണീച്ചപ്പോഴത്തെ ഉള്ള വ്യൂ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ട് ആ ഒരു ഭംഗി അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ് അവിടെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അടിപൊളിയാണ്. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിനുള്ള ഇതുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഫാമൊക്കെ ഉണ്ട്. സ്ട്രോബെറിയും അല്ലാത്ത ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഫാമുണ്ട്. അവിടേക്ക് ഇവർ കൊണ്ടുപോകും. എൻട്രി ഫ്രീ ആണ് അവിടെ. ഇതാണ് അവിടുത്തെ കുറേ പൂക്കളുണ്ടായിരുന്നത് കേട്ടോ. കുറേ ഉണ്ട്. ഇനി അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറവാണ്, കുറച്ച് ഉണക്കം പോലെയാണ്. എന്നാലും നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റാഡിഷിൻ്റെ ഒക്കെ ഒരു വെള്ള പൂവ് കണ്ടത് റാഡിഷാണ്. നിറയെ റാഡിഷ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. താഴെ ഉണ്ടായിരുന്നതൊക്കെ ക്യാരറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവർ. ഇപ്പോൾ ക്യാരറ്റിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് അതെല്ലാം പോയതാണ്. പിന്നെ കുറേ ഊട്ടിപ്പൂവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. യെല്ലോ ഫ്ലവർ ഈ ഒരു ലൈക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു ഇതിൽ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോയത് ഈ ഫാമിലോട്ടാണ്. സ്ട്രോബെറിയും പിന്നെന്താ റാസ്ബെറിയും വെജിറ്റബിൾസ്, ക്യാബേജ്, ലെറ്റ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയിരുന്നു. അവിടേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള പയ്യൻ തന്നെ കൊണ്ടുപോകും. ഇതാണ് ആ ഫാം. ഇവിടെ നമുക്ക് സ്ട്രോബെറീസും റാസ്ബെറീസും ഒക്കെ ഉണ്ട്. നല്ല മധുരമുള്ള സ്ട്രോബെറി ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പോലത്തെ പുളിയുള്ള സ്ട്രോബെറി, നല്ല അടിപൊളി സ്ട്രോബെറി ആയിരുന്നു. നല്ല ചീപ്പായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ മേടിക്കാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ചീപ്പാണ്. റാസ്ബെറി കുറച്ച് എക്സ്പെൻസീവ്, 1200 രൂപയായിരുന്നു കിലോ. ഞങ്ങൾ കുറച്ച് ക്യാബേജും ലെറ്റ്യൂസും സ്ട്രോബെറിയും ജ്യൂസ് ജാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാണ് നമ്മുടെ റൂമിലോട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ്. ഇതാണ് റോഡ്. കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനൊന്നും റെക്കമെൻഡഡ് അല്ല. എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക.